കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വീണ്ടും കുറുനരി ആക്രമണം. 3 വയസ്സുള്ള കുട്ടിയടക്കം 13 പേർക്ക് കടിയേറ്റു. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, കാട്ടുപോത്ത്, കാട്ടാന, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ കുറുനരിയുടെ കുറവിടെ ഉണ്ടായിരുന്നുള്ളൂ. അരുൺ, ഹാഷ്മി, ഈ കണ്ണാടിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസവും സമാനമായി കുറുനരിയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് 7 പേർക്കാണ് കടിയേറ്റത്. അതേ പ്രദേശത്ത് തന്നെ, അതായത് നാറാത്തു പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലാണ് ഈ കുറുനരി ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്ന ആൾക്കും അതോടൊപ്പം തന്നെ ഈ രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന ആൾക്കൊക്കെ ഈ കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 13 പേരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു 3 വയസ്സുള്ള കുട്ടിക്കും കുറുനരിയുടെ കടിയേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരെ ഇപ്പോൾ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഇവരെല്ലാം ഈ ഒരു പ്രദേശത്തെ ആൾക്കാരാണ്. അവരൊക്കെ ഈ കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഇവിടെ ചികിത്സ തേടിയിരിക്കുകയാണ്. ചേച്ചി, എവിടെയാണ് കടിയേറ്റത്? എന്താ വീട്ടിൻ്റെ മുറ്റത്ത് ഞാൻ തുണി കഴുകുന്നായിരുന്നു. അപ്പോൾ മോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മോളെ ആദ്യം കടിക്കാൻ വന്നു. അപ്പോൾ ഞാൻ മോളെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് എന്നെക്കും കൊണ്ടു. എന്നിട്ട് പോകുന്നുണ്ടായിട്ടില്ല, നമ്മൾ വീണ് ഇതായിപ്പോയി രണ്ടാളും. പ്രദേശത്ത് ഈ കുറുനരിയുടെ പ്രശ്നമുണ്ട്? ഉണ്ട്, ഓൾറെഡി അങ്ങനെ തന്നെയാണ്. കുറേ ഉണ്ട്, ഫുൾ വീട്ടുമുറ്റത്ത് എപ്പോഴും ഉണ്ടാവലുണ്ട്. ഇത് പഞ്ചായത്തിലൊക്കെ അറിയിച്ചിരുന്നു? എല്ലാം പറഞ്ഞതായത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇതുവരെ അതിനൊരു ആക്ഷൻ ഉണ്ടായിട്ടൊന്നുമില്ല. കാശ്മി, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസവും അതേ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ കുറുനരിയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അങ്ങനെ പഞ്ചായത്തിലൊക്കെ ഈ കാര്യം അറിയിച്ചതാണ്. പക്ഷേ അതിലൊരു നടപടി ഉണ്ടായില്ല. ഇവിടെ ഒരു എവിടെയാണ് കൈക്കാണോ? കൈക്കുണ്ട്, ചണ്ണക്കുണ്ട്. എന്താ ശരിക്കും സംഭവിച്ചത്? രാവിലെയാണോ? രാവിലെ. എന്താ സംഭവിച്ചത്? എവിടെയും പോയിട്ടില്ല, വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെ. അങ്ങനെ മുറ്റത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പറിച്ച് വിളിച്ച് വൈരം കൊടുത്ത് ആളെ അടിക്കാൻ പോയപ്പോൾ അവരെയും കടിച്ചു. 2 പേരെയും അവരിവിടെ ഉണ്ട്. 2 ആളെയും കടിച്ചിരുന്നു നല്ലോണം. എനിക്ക് കഴിക്കാൻ അധികമായിരുന്നു. ഒരേ സ്ഥലത്ത് തന്നെ കുറേ ആൾക്കാർ കടി, ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ കടി. അവിടെ ഈ സ്ഥിരമായി പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെ വിലങ്ങൽ ഉണ്ടായില്ല. ഇപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ അല്ല. ഇപ്പം ഇന്ന് രാവിലെ പറഞ്ഞ് പഞ്ചായത്തിലെ മെമ്പർ ഇവരൊക്കെ ഉണ്ടായി. അപ്പോൾ അവരുടെ വീട്ടിലായിരിക്കും കടിയേറ്റ്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ടായി, രാവിലെ പറഞ്ഞു അവരോട്. എന്തായാലും ഇപ്പോൾ 13 പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്. 13 പേരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരിൽ 2 പേരെ പരിയാരത്തെ മെഡിക്കൽ കോളേജിലേക്ക്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലൊരു 3 വയസ്സുള്ള കുട്ടിക്കും തിരുവനായ്ക്കളുടെ അതിഭീകരമായ ശല്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് പോരാഞ്ഞ് കുറുനരി കൂടി ഇറങ്ങുകയാണ്. വ്യാപകമായ ഒരുപാട് പേരെ കുറുനരി കടിച്ച് പരിക്കേറ്റവരാണ് ആശുപത്രിയിൽ വന്ന് ചികിത്സ തേടിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.